സോണി റിമോട്ട് എടുത്തു. സോണിയുടെ 32 ഇഞ്ച് നല്ല കിടുക്കാച്ചി ഒരു ടി വിയാണിത്. നല്ല പാനലൊക്കെയുള്ള, ഇങ്ങനെ പല പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ട് സെറ്റ് സ്റ്റാൻഡ് ബൈയിലേക്ക് പോവുകയാണ്. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഓണായി നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കാൻ പോവാണ്. ഈ ടി വി എന്ന് പറഞ്ഞാൽ എഡ്ജ് LED ആണ്. എഡ്ജിൽ കൂടി ആണ് ഇതിൻ്റെ LED ലൈറ്റ് കൊടുക്കുന്നത്. ബാക്ക് LED അല്ല. ബാക്ക് LEDക്ക് മിക്കവാറും LED പോകുന്ന കംപ്ലൈൻ്റ് ഉണ്ട്. ഈ എഡ്ജ് LEDക്ക് LED പോകാറുണ്ട്, എന്നാലും കുറവാണ്. എഡ്ജ് LEDക്ക് കണ്ടോ, സ്ലിമ്മാണ് സെറ്റ്, തീരെ കനവില്ല. മറ്റേ കണ്ടോ, ആ പാനലിൻ്റെ ആ ഭാഗം തീരെ കനവില്ല. അതാണ് ആ എഡ്ജ് LEDയുടെ പ്രത്യേകത. പിന്നെ ക്ലാരിറ്റി ബേസിൽ ഭയങ്കര കൂടുതലായിരിക്കും ബാക്കിനേക്കാളും. കുറേ സ്ക്രൂ ഉണ്ട്. എല്ലാം അഴിക്കട്ടെ. ഇൻ്റർനെറ്റ് TV ആണ്, അഴിക്കുന്നു. ഈ എഡ്ജ് LED TVക്ക് കംപ്ലൈൻറ്റ് കുറവാണെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ബാക്ക് LEDയേക്കാളും തലവേദനയാണ്. കാരണം ഇത് SMD ടൈപ്പ് LED ആണ്. വളരെ കനം കുറഞ്ഞ ആ കറക്റ്റ് നീളവും കറക്റ്റ് എണ്ണവും കറക്റ്റ് വോൾട്ടേജും എല്ലാം പക്കായിട്ടുള്ള ആ ഒറിജിനൽ സാധനം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിനുണ്ട് പോസിറ്റീവിനൊപ്പം. പക്ഷേ ബാക്ക് LED 100 എണ്ണം കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇതൊരു 5 എണ്ണം പോലും കംപ്ലൈൻറ്റ് വരാറില്ല. പിന്നെ നല്ല സബ് വൂഫറും നല്ല ബിഡ് ക്വാളിറ്റിയും പിന്നെ പിക്ചർ ക്വാളിറ്റിയും എല്ലാം ഫാർ ബെറ്ററാണ് സാധാരണ ആ LED ഇതിനേക്കാളും. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് സെപ്പറേറ്റ് ആണ്. ബാക്ക് ലൈറ്റിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ LEDയും കംപ്ലൈൻ്റ് ആണ്. അത് കുറച്ച് പഴക്കമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എന്താണോ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ ചിലതിനൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. എന്താണേലും അതിൻ്റെ ബാക്ക് LED പോയിട്ടുണ്ട്, ബാക്കും പോയിട്ട് സൈഡ് എഡ്ജ് LED പോയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റണം. പിന്നെ അതിൻ്റെ ബോർഡിനും കംപ്ലൈൻ്റ് ഉണ്ട്. അതുമെല്ലാം കറക്റ്റ് ചെയ്യുവാണ്. അത് കറക്റ്റ് ചെയ്ത് നമുക്കിത് ഓക്കെ ആക്കാം. പിന്നെ സോണിയെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. എത്ര നാൾ കഴിഞ്ഞാലും സോണി അത്യാവശ്യം പാർട്സുകളൊക്കെ തരാറുണ്ട്. മറ്റു പല കമ്പനികളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് പറിച്ചു വിട്ട് കഴിഞ്ഞാലും പിന്നെ ഇതിനൊക്കെ പാർട്സിനൊന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ മറ്റെല്ലാ കമ്പനിയെക്കാളും വളരെ ബെറ്ററാണ് സോണി. അവർ നമുക്കിപ്പോൾ അഥവാ അതിന് നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിലും നമ്മളത് ഓർഡർ ചെയ്താൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് സോണിയുടെ എല്ലാ സെറ്റും തന്നെ നമുക്കിവിടെ വരുന്നത് ഈസി ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാൻ നമുക്കെപ്പോഴും സാധിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം സോണിക്കും പാർട്സ് കിട്ടുകയില്ല, ഒന്നിൻ്റെയും പാർട്സ് ഇപ്പോൾ കിട്ടുന്നില്ലെന്ന്. അത് പ്രോപ്പർ ചാനലിലൂടെ ശ്രമിക്കാഞ്ഞിട്ടാണ് അത് കിട്ടാത്തത്. സോണി കമ്പനിയെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് എല്ലാ പാർട്സും തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ സെറ്റും നമ്മളത് സർവീസ് ചെയ്ത് ഓക്കെ ആക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു മോഡൽ സെറ്റും കൂടെ വന്നിട്ടുണ്ട്. അതും ഏകദേശം ഇതുപോലത്തെ തന്നെ കംപ്ലൈൻ്റാണ്. പക്ഷേ മോഡലൊക്കെ വ്യത്യാസമുണ്ട്, കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ ഒരേ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങ് തീരുമല്ലോ. പല കംപ്ലൈൻറ്റും ഓരോന്നായിട്ട് ചെയ്യാൻ പോകുന്നതിനും കുറച്ചുകൂടെ സൗകര്യമാണ്. അപ്പോൾ നമ്മൾ 2 സെറ്റും തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുവാണ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.